Hello dears, welcome back to Arcanix and this is Ninomus. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓണം എക്സാമിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമുക്ക് സമയം കളയണ്ട. ഇനി നമുക്കറിയാം ഓണം എക്സാം ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് എത്തും. നമ്മൾ ലാസ്റ്റിലേക്ക് ടോപ്പിക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ കുറച്ച് ഉഴപ്പൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെങ്കിലും നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇത്രയും ടോപ്പിക്സ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ മീൻസ് എല്ലാ സബ്ജക്ട്സിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് ബോട്ടണിയിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മെയിൽ ഗെമിറ്റോഫൈറ്റ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആ മേജർ ലെയേഴ്സ് എന്നുള്ളത്, ആ 4 ലെയേഴ്സ് എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ടപ്പീറ്റം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ മൈക്രോസ്പോറോജെനസിസ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അല്ലേ. അവിടെ എങ്ങനെയാണ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത് അതും കൂടി ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പോളൻ ഗ്രെയിനും അതിന്റെ ആ ഒരു സ്ട്രക്ചറും. അപ്പൊ അതിൽ മെയിൽ ഗമീറ്റ് ആണ് നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ജനറേറ്റീവ് സെല്ലും ഉണ്ട് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ എക്സൈനും ഇൻഡൈനും ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. പിന്നെ മെഗാസ്പോറോജെനസിസ് ആ ഒരു ഈവൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ എംബ്രിയോ സാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംബ്രിയോ സാക്കിന്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് നെയിം ചെയ്ത് തന്നെ പഠിക്കാൻ മറക്കാതെ നോക്കി പോകേണ്ട ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ഡയഗ്രാം ആണ് കേട്ടോ. ഇനി പോളിനേഷൻ ആൻഡ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ആണ്. പോളിനേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഈ ചാപ്റ്ററിൽ അല്ലെ. പക്ഷെ നമ്മളത് സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ടോപ്പിക് ആണ് നമ്മുടെ പോളിനേഷനും ഡിഫറെന്റ് കൈൻഡ്സ്. അതിൽ വിൻ പോളിനേഷൻ, വാട്ടർ പോളിനേഷൻ, അതുപോലെ ഇൻസെക്ട് പോളിനേഷൻ, ഇതിനൊക്കെ സ്പെസിഫിക് ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇൻസെക്ട് ആണെങ്കിൽ അവിടെ കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ പ്ലാന്റ്സിന്റെ ഒരു കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഫ്ലവേഴ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പോളൻ പെസ്റ്റിൽ ഇന്ററാക്ഷൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ്. പിന്നെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ബാഗിങ്, എന്താണ് ബാഗിങ്, എന്തിനു വേണ്ടിയിട്ടാണ് ബാഗിങ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഇമാസ്കുലേഷൻ എന്നുള്ള കാര്യം നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി അത് കൂടാണ്ട് നമ്മളോട് പോളി എംബ്രിയോണി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പോമിക്സിസും ചോദിക്കാറുണ്ട്. എന്താണ് പോളി എംബ്രിയോണിയും അതുപോലെ അപ്പോമിക്സിസും ചോദിക്കാറുണ്ട്. സോ അപ്പോമിക്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ അപ്പോമിക്സിസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ചാപ്റ്റർ ആണ് ബോട്ടണിയിലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അതിലെ ടൂൾസ് ഓഫ് ആർ DNA ടെക്നോളജി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എല്ലാ ടൂൾസിനെ കുറിച്ചും പഠിക്കുക. അതിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും. പിന്നെ ലിഗേസസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മോളിക്കുലാർ ഗ്ലൂ ഏതാണെന്നും മോളിക്കുലാർ സിസേഴ്സ് ഏതാണെന്നും മാറി മാറി ചോദിക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ പാലൻഡ്രോമിക് സീക്വൻസ് ചിലപ്പോഴൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് എന്താണെന്ന് ബേസിക്കലി ചോദിക്കും. പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് തരും. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അല്ലെ DNA ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ ജെൽ എന്ന് പറയുന്ന അഗാരോസ് ജെല്ലാണ്. അത് ഏതിൽ നിന്നാണ് ആക്ച്വലി ആൽഗെ ഏതിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, പിന്നെ അതുപോലെ അവിടെ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രെയിൻ ഏതാണ്, പിന്നെ എലൂഷൻ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇനി ക്ലോണിംഗ് വെക്ടേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, അതുപോലെ സെലക്റ്റബിൾ മാർക്കേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൽ തന്നെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത് എന്താണെന്ന് ചോദിക്കും. സെലക്റ്റബിൾ മാർക്കേഴ്സിന്റെ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കും. പിന്നെ അതുപോലെ PBR 322 നമ്മളോട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതിലെ സെലക്റ്റബിൾ മാർക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ പ്രോസസ്സസ് ഓഫ്
റീകോmbinant DNA ടെക്നോളജിയിൽ ഐസൊലേഷൻ തൊട്ടിട്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്, ആ എൻഡ് വരെ നിങ്ങൾ എല്ലാ പ്രോസസ്സുകളും കൃത്യമായി പഠിക്കണം. അതിൽ തന്നെ നമ്മളോട് എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR അല്ലേ. അപ്പം അവിടെ ആംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കും, അതിന്റെ പിക്ചർ തരും, എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് നമ്മളോട് പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ നിന്നും ചോദിക്കുന്നതാണ്. പിന്നെ ബയോ റിയാക്ടേഴ്സ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ബയോ റിയാക്ടറിന്റെ ആ ഒരു പെർട്ടിക്കുലർ വെസൽ, ആ ഒരു പെർട്ടിക്കുലർ പിക്ചർ തരും, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. കോമൺലി യൂസ്ഡ് ബയോ റിയാക്ടർ ചോദിക്കാം. ഓക്കെ, പിന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അതും മക്കളൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഇനി അടുത്തത് നമ്മുടെ സുവോളജി ആണ്. സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. അതിൽ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ സ്പെർമറ്റോജെനസിസും oogenesis. അത് രണ്ടും നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അത് രണ്ടും ഒത്തിരി തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഫേസസും കാര്യങ്ങളും അവിടെ നിന്ന് പലതരത്തിൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ഇംപ്ലാന്റേഷനും അതുപോലെ ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ പ്ലാസെന്റ, ഓക്കെ, അതിന്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ അത് ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി, അവിടെ ആ ഒരു എംബ്രിയോന്റെ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ്, ആ ഡെവലപ്മെന്റൽ സ്റ്റേജസും കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സും അതുപോലെ കൊളസ്ട്രോം ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഇതിൽ RCH മെത്തേഡിന്റെ മേജർ ആയിട്ടുള്ള മീൻസ് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും, പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അത് ഓരോന്നും നിങ്ങൾ പഠിക്കണം. അത് മറക്കരുത്. അതിൻ്റെ അന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ MTPയും അതുപോലെ തന്നെ എന്താ അമിനോസെൻസിസ്. ഓക്കെ, ഇത് രണ്ടും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ STD ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള STDs, ആ കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം. ART അല്ല, ആർട്ട്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ അടുത്ത ചാപ്റ്റർ വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമുക്കറിയാം മോണോ ഹൈബ്രിഡ് ക്രോസും പഠിക്കണം, ഡൈ ഹൈബ്രിഡ് ക്രോസും പഠിക്കണം. പിന്നെ മെൻഡലിസത്തിൻ്റെ ആ ഒരു ഡീവിയേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡ്രോസോഫിലയെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് ചോദിക്കലുണ്ട്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ മറക്കാതെ പഠിക്കുക. പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് എല്ലാം തന്നെ അതിൽ പെഡിഗ്രി അനാലിസിസ് വരും. പിന്നെ അതിലെന്താണ് മെൻഡേലിയൻ ഡിസീസസും അതുപോലെ ക്രോമസോമൽ ഡിസീസസും ഉണ്ട്. അതിൽ ഒത്തിരി ഡിസീസസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ഡിസീസസ് ഓരോന്നും ആ റീസൺസും കാര്യങ്ങളും എന്താണെന്നുള്ളതും കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പം അത്രയാണ് നമുക്ക് സുവോളജിയിലും പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മക്കൾക്ക് കിട്ടിയെന്ന് മിസ് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് വെച്ചിട്ട് കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുന്നേ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കൃത്യമായി നോക്കി നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓണം എക്സാം ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ടോപ്പിക്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനും ഉണ്ടാവുന്നതായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചാനലിൽ വരിക, അതുപോലെ തന്നെ ലൈവിലൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഓണം എക്സാമിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 199 റുപ്പീസിന് നമ്മളൊരു കോഴ്സ് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ ചെറിയ പൈസയുള്ളൂ. നമുക്ക് എല്ലാ സബ്ജക്ട്സും അതിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ആൻഡ് നമ്മൾ ഇനി ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ ബൈ.